മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഏറ്റവും കൂടുതൽ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഹജ്ജിന്റെ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ബാപ്പ എങ്ങനെയായിരിക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് അവനിൽ നിന്നുള്ള സന്തോഷമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. സന്താനങ്ങളില്ലാത്തത് വലിയ ഒരു പരീക്ഷണവുമാണ്. സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലാഹുവേ, എനിക്ക് നീ സന്താനത്തെ നൽകണേ, എനിക്ക് നീ മക്കളെ നൽകണേ എന്നല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. മറിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ സന്താനത്തെ നീ പ്രദാനം ചെയ്യണമേ എന്നാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, അപ്പോൾ നാം അദ്ദേഹത്തിന് വിവേകമതിയായ സഹനശീലനായ ഒരു സന്താനത്തെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുകയുണ്ടായി. സൂറത്തു സ്വാഫാത്തിന്റെ 100-ാമത്തെയും 101-ാമത്തെയും ആയത്തുകളാണ്. മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി മാതാപിതാക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അവർ പിറവി കൊള്ളുന്നതിന് മുമ്പ് തന്നെ, അല്ലാഹുവേ എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമേ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ മക്കളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. സ്വാലിഹീങ്ങളായ സന്താനത്തെ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. അദ്ദേഹം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഈ വാർദ്ധക്യ അവസ്ഥയിൽ എനിക്ക് ഇസ്മായിൽ, ഇസ്ഹാഖ് എന്ന സന്തതികളെ നൽകിയ നിനക്കാകുന്നു സകല സ്തുതിയും. ഇന്ന റബ്ബി ലസമീഉ ദുആ, തീർച്ചയായും എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു. സൂറത്ത് ഇബ്രാഹിമിന്റെ 39-ാമത്തെ ആയത്ത്. അപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. സന്താനങ്ങളെ നൽകിയ റബ്ബിന് ശുക്ർ നൽകുന്നു, ശുക്ർ ചെയ്യുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. മാത്രവുമല്ല, സ്വന്തം മക്കൾ ശിർക്കിലകപ്പെടാതിരിക്കുവാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഈ നാടിനെ, ഈ മക്കയെ നിർഭയ നാടാക്കണമേ. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണമേ. നമ്മൾ ആലോചിച്ച് നോക്കണം, ബഹുദൈവ വിശ്വാസത്തിനെതിരെ ശബ്ദിച്ച, അതിനെതിരെ പ്രബോധനം നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന്. സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്ത്. നമ്മളെപ്പോഴെങ്കിലും അല്ലാഹുവിനോട്, അല്ലാഹുവേ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കൻ ആചാരങ്ങളിൽ നിന്ന്, ശിർക്കൻ പ്രവർത്തനത്തിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക.
നമ്മളൊക്കെ മുവഹിദുകളാണ്, ഒരു നിലക്കും നമ്മളൊന്നും ശിർക്കിലേക്ക് പോവുകയില്ല എന്ന അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവുകയും അറിയാതെ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കാമെന്ന ഗൗരവമായ ചിന്ത നമുക്കുണ്ടാവണം. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാരഥനായ പ്രവാചകനാണ്. എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ച ആളാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന്. മാത്രവുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് നൽകിയ ഉപദേശം എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാമും അതുപോലെ തന്നെ യഅഖൂബ് അലൈഹിസ്സലാമും തന്റെ മക്കൾക്ക് നൽകിയ ഉപദേശം. യഅഖൂബ് അലൈഹിസ്സലാം ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൗത്രനാണ്, പേരമകനാണ് യഅഖൂബ് അലൈഹിസ്സലാം. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറിയപ്പെടുന്നത്. ബനൂ ഇസ്രായേലുകാരിലേക്ക് കടന്നു വന്ന നബിമാര് മുഴുവനും ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. ഇസ്രായേൽ എന്നത് തന്നെ യഅഖൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായിട്ടുള്ളത്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറിയപ്പെടുന്നത്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമും യഅഖൂബ് അലൈഹിസ്സലാമും മക്കൾക്ക് നൽകിയ വസിയത്ത് ഇങ്ങനെയാണ്: യാ ബനിയ, എന്റെ പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു തആല നിങ്ങൾക്ക് ദീൻ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത്. ആരോടാ പറയുന്നത്? മുശ്രിക്കുകളോടല്ല, കാഫിറുകളോടല്ല, മറിച്ച് പറയുന്നത് മുസ്ലിങ്ങളായവരോടാണ് പറയുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത്. സൂറത്തുൽ ബഖറയിലെ 132-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തഖുല്ലാഹ ഹഖ്ക തുഖാതി, തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. ആരോടാ പറയുന്നത്? മുഅ്മിനീങ്ങളെ വിളിച്ച് പറയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത്. സൂറത്ത് ആല ഇമ്രാനിന്റെ 102-ാമത്തെ ആയത്താണ്. അല്ലെ, പല ആളുകളും മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയും ശുദ്ധമായ ഫിത്രത്തിൽ ജനിക്കുന്നു. അതിലുപരി പലവരും നമ്മളടക്കമുള്ള ആളുകൾ മുസ്ലിങ്ങളായ മാതാപിതാക്കളുടെ മക്കളായി മുസ്ലിം പേര് സ്വീകരിച്ച് മുസ്ലിമായി തന്നെ വളരുന്നവരാണ്. എന്നാൽ നമ്മുടെ മരണം ഏതൊരവസ്ഥയിലായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ തേടണം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ്. അല്ലെ, മുസ്ലിമായ വിദ്യാർത്ഥികൾ, മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ, ദീൻ പഠിച്ച വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ പോയി നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കളുടെ കൂടെ ചേർന്ന് അവരുടെ കൊടി പിടിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും പരലോകത്തെ നിഷേധിക്കാനും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാനൊക്കെ ശ്രമിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു ഉപദേശം വളരെ പ്രധാനമാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്നുള്ളത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ തടസ്സമായിരുന്നില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സമായി തീരാൻ പാടില്ല. നമ്മുടെ ഇബാദത്തിന് നമ്മുടെ മക്കൾ തടസ്സമാകാൻ പാടില്ല.
നമ്മുടെ സമ്പത്ത്, നമ്മുടെ കർമ്മങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. ആ നിലക്കായിരുന്നു അദ്ദേഹം കുടുംബത്തെ വളർത്തിയത്. തന്റെ ഭാര്യയോ മക്കളോ അവരോടുള്ള സ്നേഹമോ ഒന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമാകാൻ പാടില്ല. ദീനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോ അതിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നത് നമ്മുടെ ഭാര്യമാരാണെങ്കിൽ, നമ്മുടെ മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ പങ്കെടുക്കാതിരിക്കാൻ കാരണം വീട്ടിൽ ആരുമില്ല എന്ന ന്യായമാണെങ്കിൽ നമ്മൾ അറിയുക, ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യ ഹാജറിനെയും ഇസ്മായിൽ എന്ന ചോര പൈതലിനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മാതാവ് ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബ്, ഓ ഇബ്രാഹിം താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? വതതുറുകുനാ ബിഹാദൽ വാദി, ഈ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ഷൈ, ഒരു മനുഷ്യനോ യാതൊരു വസ്തുവോ ഇല്ലാത്ത ഈ വിജനതയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാകുന്നു പോകുന്നത്? ഫഖാലത് ലഹു ദാലിക മിറാറൻ, ഹാജർ അലൈഹിസ്സലാം അത് ധാരാളം തവണ ആവർത്തിച്ചു കൊണ്ടിരുന്നു, ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വജഅല ലാ യൽതഫിതു ഇലൈഹാ, ഇതൊന്നും പറയുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാം അവരിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട്. ഫഖാലത് ലഹു, അപ്പോൾ അവർ ചോദിക്കുന്നു, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹു ആണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഖാല നഅം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ അല്ലാഹു തആല കൽപ്പിച്ചതാണ്. കാരണം കുടുംബത്തിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഭാര്യയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മക്കളോട് കരുണയില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തീരുമാനിച്ചു. അതുകൊണ്ട് അല്ല കൽപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ നഅം അല്ല കൽപ്പിച്ചതാണെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദല്ലാ യുദയ്യുനാ, എങ്കിൽ അല്ലാഹു തആല ഞങ്ങളെ ഒരിക്കലും കൈയൊഴിയുകയില്ല, അല്ല ഞങ്ങളെ സഹായിക്കും, അല്ലാഹു തആല രക്ഷ നൽകും എന്നുള്ള ഒരു ആശയം ആ വാക്കിൽ നിന്ന് അവർ പറഞ്ഞു. അല്ലാഹു തആല ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സ്വഹീഹുൽ ബുഖാരിയിലെ 3364 ഹദീസാണ്. അവിടെ മക്കളെ ഉപേക്ഷിച്ചു കൊണ്ട് പോരുമ്പോ, ഭാര്യ ഹാജറിനെ ഉപേക്ഷിച്ചു കൊണ്ട് പോരുമ്പോ, ഇസ്മായിൽ എന്ന ചോരപ്പൈതലിനെ ഉപേക്ഷിച്ചു കൊണ്ട് പോരുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹുവിനോട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ എന്റെ മക്കളെ ഞാനിതാ പാർപ്പിച്ചിരിക്കുന്നു, താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദീ സർഇൻ, യാതൊരു രൂപത്തിലുള്ള കായ്ക്കനികളുമില്ലാത്ത ഈ ഒരു താഴ്വരയിൽ ഞാൻ എന്റെ മക്കളെ ഉപേക്ഷിച്ചു പോരുന്നുണ്ട്. എന്തിനാണ്? ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ. റബ്ബനാ ലിയുഖീമുസ്സലാ, എന്തിനാണത് റബ്ബേ? അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുവാൻ വേണ്ടി. വജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വീ ഇലൈഹിം, അതുകൊണ്ട് ജനഹൃദയങ്ങളെ നീ അവരിലേക്ക് ചായ്വുള്ളതാക്കണമേ. വർസുഖുഹും മിനസ്സമറാത്ത്, ഏറ്റവും നല്ല ഫലങ്ങളിൽ നിന്ന് നീ അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്യണമേ. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നതിനു വേണ്ടിയിട്ട്. സൂറത്ത് ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്ത് കണ്ടോ? മക്കളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഇവിടെ ഉപേക്ഷിച്ചു പോരുന്നത് എന്തിനാണ്? അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞത്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർദിയ. ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ ആളുകളോട്, കുടുംബത്തിനോട് നമസ്കാരത്തെ കൊണ്ടും സകാത്തിനെ കൊണ്ടും കൽപ്പിക്കുന്ന ആളായിരുന്നു, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ആളുമായിരുന്നു. സൂറത്തു മറിയമിന്റെ 55-ാമത്തെ ആയത്ത്. അപ്പൊ മക്കൾ നമസ്കാരം നിർവഹിക്കുന്ന വിഷയത്തിലുള്ള ശ്രദ്ധ വളരെ അനിവാര്യമാണ്. പലപ്പോഴും പല പിതാക്കന്മാരും മക്കളെ പള്ളിയിലേക്ക് വിളിക്കാൻ മടിക്കുന്നു, അല്ലെങ്കിൽ പേടിക്കുന്നു.
കുട്ടി ഉണരുമോ എന്ന് പേടിച്ച് ചെറിയ കുട്ടി ഉറങ്ങുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് പോലെ തന്നെ വലിയ വലിയ പ്രായപൂർത്തിയായ പള്ളിയിലേക്കൊക്കെ വരാൻ പ്രായമായ മക്കൾ അവരെങ്ങാനും ഉണരുമോ എന്ന് ഭയന്നുകൊണ്ട് അല്ലെ ചില പിതാക്കന്മാരൊക്കെ നമസ്കാരം കഴിഞ്ഞ് വന്നാൽ പോലും ബെല്ലടിക്കാൻ പേടിക്കുന്നു. കാരണം എന്റെ ഈ മകനെങ്ങാനും ഉണർന്നു പോയാലോ എന്ന് കരുതിക്കൊണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, മക്കളെ പള്ളിയിലേക്ക് വിളിക്കാൻ നമുക്ക് കഴിയുന്നില്ല, ദീനിയായ ക്ലാസ്സുകളിലേക്ക് മക്കളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല, അവർക്ക് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ മക്കളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്തിനാ? അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, അല്ലാഹുവേ എന്നെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ, വമിൻ ദുരിയതി എന്റെ മക്കളെയും അപ്രകാരം നീ ഉൾപ്പെടുത്തണമേ, റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. കണ്ടോ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. സൂറത്ത് ഇബ്രാഹിമിന്റെ 40-ാമത്തെ ആയത്ത്. മാത്രവുമല്ല, സ്വന്തം മകനെ അറുക്കാനുള്ള അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ ആ കൽപ്പന വരെ നിർവഹിക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറായി. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നത്, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ ഉറക്കത്തിൽ കണ്ടിരിക്കുന്നു നിന്നെ അറുക്കുവാൻ, ഫൻദുർ മാദാ തറാ, എന്താ നിന്റെ അഭിപ്രായം? ആ മോൻ പറയുന്നത് എന്താ അറിയോ? യാ അബതി ഫഅൽ മാ തുഅമർ, പൊന്നു പിതാവേ നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രവർത്തിച്ചു കൊള്ളുക. സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്നെ ക്ഷമാലിക്കലിൽ കണ്ടെത്താം. അല്ലേ, ദുനിയാവിലും ക്ഷമയുള്ളവനാണ്, നാളെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് ക്ഷമിച്ച ആളുകളെ കാണുമ്പോ ആ പരലോകത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന ആശയവും അതിനുണ്ട്. സ്വന്തം മകനെ അറുക്കാൻ വരെ അദ്ദേഹം തയ്യാറായി. മകനോട് ദേഷ്യമുള്ളത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രധാനപ്പെട്ടത് എന്നതുകൊണ്ട്. പക്ഷെ അല്ലാഹു തആല മകനെ അറുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വഹി ഇറക്കുകയും പകരം ഒരു ആട്ടിനെ ഇറക്കി കൊടുക്കുകയും ചെയ്തതായി നമുക്കറിയാം. അപ്പോൾ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുവാൻ അദ്ദേഹം തയ്യാറായി. കുടുംബം, മക്കൾ ഒന്നും അദ്ദേഹത്തിന് ദീനിന്റെ വിഷയത്തിൽ ഒരു തടസ്സവുമായിട്ടില്ല. മാത്രവുമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, കഅബ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കഅബ പുനർനിർമ്മിക്കുക, അതിന്റെ മതിൽക്കെട്ടുകൾ, അതിന്റെ തറകൾ ഒക്കെ പടുത്തുയർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റക്കായിരുന്നില്ല, മറിച്ച് വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാണ്. അതായത് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കഅബയുടെ കല്ലുകൾ ചുമന്നു കൊണ്ടുവരാൻ, ബാപ്പയെ സഹായിക്കുവാൻ, ദീനീ കാര്യങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്ഹാഖ് അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ ആ 2 പ്രവാചകന്മാരുടെ പിതാവ് എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരുടെയും അഥവാ അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാരുടെ പിതാവ്, ഒരുപാട് പ്രവാചകന്മാരുടെ പിതാവായതുകൊണ്ട് തന്നെ അദ്ദേഹം അബുൽ അംബിയ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ആ പിതാവിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മുടെ മക്കളെ കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് വളർത്തുവാനും നമുക്ക് കഴിയണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.